ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓറഞ്ച് ചിക്കൻ ചെയ്ത് നോക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ്, ടേസ്റ്റിയാണ് കഴിക്കാനായിട്ടും. ഇതിന് ഫ്ലേവേഴ്സിനായിട്ട് നമ്മൾ ഓറഞ്ച് ജ്യൂസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നല്ലൊരു റെസിപ്പിയാണ്. ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്തേക്കുന്നത് നമ്മുടെ ക്യാരറ്റ് റൈസാണ്. ഇത് ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, ടേസ്റ്റിയും ഹെൽത്തിയുമാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ടുള്ള ബാറ്ററി റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് മൈദയും 1/4 കപ്പോളം കോൺ സ്റ്റാർച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പെപ്പർ പൗഡർ ചേർക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ ഓയിലും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 1/4 കപ്പോളം വെള്ളം ഞാൻ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒത്തിരി ബാറ്ററി ലൂസാകാതെ നമുക്ക് ഇത് ഏകദേശം ഒരു തിക്കായിട്ട് ഇതുപോലത്തെ കൺസിസ്റ്റൻസിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇത് കറക്റ്റാണ്, അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ ഇടുമ്പോഴത്തേനും ചിക്കനിൽ അത് കോട്ട് ചെയ്യാനായിട്ട് പാടായിരിക്കും. ഇനി നമുക്ക് ഈ ബാറ്ററിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു 10 മിനിറ്റേ വെച്ചിട്ടുള്ളൂ. ഇനി ഒരു പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഈ പാനിലേക്ക് ഇതുപോലെ നിരത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ 6 to 7 മിനിറ്റോളം തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ഒരു പേപ്പർ ടവലിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള ചിക്കനും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഓറഞ്ച് ചിക്കൻ്റെ സോസ് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ 1/4 കപ്പോളം ഓറഞ്ച് ജ്യൂസ്, ഫ്രഷ് ഓറഞ്ച് ജ്യൂസാണ് അതെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആ ഓറഞ്ചിൻ്റെ തന്നെ തൊലി ചിരണ്ടിയത് 1 ടീസ്പൂണോളം വരും, അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം സോയ സോസും 1 ടീസ്പൂണോളം വിനെഗറും ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. സോയ സോസിലൊക്കെ ഉപ്പുള്ളതാണ്, അതുകൊണ്ട് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനേ. ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഷുഗർ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി പാനിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും 1 ടീസ്പൂണ് വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പാർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഓപ്ഷനിലാണ്. 1/2 ടീസ്പൂണിന് പകരം നിങ്ങൾക്ക് എരിവ് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂണോളം ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്, നമ്മുടെ ചില്ലി ഫ്ലേക്സ്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എരിവ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സോസും കൂടെ ചേർത്തിട്ട് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കുക്ക് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 2 ടീസ്പൂണോളം കോൺഫ്ലവർ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഫ്ലെയിമിൽ ഇത് നല്ലപോലെ ലോ മീഡിയം ഫ്ലെയിമിൽ കിടന്ന് ഇതൊന്ന് തിക്കാകാൻ തുടങ്ങുമ്പം ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ഹണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഹണി ഓപ്ഷനിലാണ്, നമ്മൾ ഷുഗർ കുറച്ചാണ് ചേർത്തത്, അതുകൊണ്ടാണ് ഹണി ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തത്. ഇതെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബാറ്റർ ഒന്ന് തിക്കായി വരുമ്പോഴത്തേനും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഈ ബാറ്ററിൽ നന്നായിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം, ഇതുപോലെ. ഇനി ഇതിലേക്ക് നമ്മൾ കോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വെളുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഓറഞ്ച് ചിക്കൻ. ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്യുന്നത് ക്യാരറ്റ് റൈസാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓയിലോ നെയ്യോ എടുക്കാം. ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/4 ടീസ്പൂണോളം ജീരകം, ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ബേ ലീഫ്, 2 പീസ് കറുകാപ്പട്ട, ഒരു 2 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കാഷ്നട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയൊക്കെ കഴിയുമ്പം നമ്മൾ ഒരു 1/2 ഓണിയൻ ഇതുപോലെ ചോപ്പ് ചെയ്തതും ഒരു 2 പച്ചമുളക് ഞാൻ നീളത്തിലിട്ടേക്കുന്നത്, നിങ്ങൾക്ക് പൊടിയായിട്ട് വേണമെങ്കിലും അരിയാം, അതോടെ ചേർത്ത് കൊടുത്ത് ഈ ഉള്ളിയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആകുന്നിടം വരെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുവാണേ. അത് ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതും ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഞാൻ 3 ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്താണ്, അതും കുറച്ച് കറി ലീഫും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊക്കെ ഗ്രേറ്റ് ചെയ്തതായതുകൊണ്ട് ക്യാരറ്റൊന്നും കുക്ക് ചെയ്യാനായിട്ട് അധികം നേരം വേണ്ട. ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് സാമ്പാർ പൊടിക്ക് പകരം വേണമെങ്കിൽ മുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുക്കാം.
അതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം, ഉടഞ്ഞൊന്നും പോകാതെ. 1 ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഓപ്ഷണലാണ്, ഇത്രയും നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കണ്ട. ഇതിലേക്ക് ഞാൻ 1 പിടി മല്ലിയിലയും 1/2 നാരങ്ങയുടെ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. നമ്മൾ ഓറഞ്ച് ചിക്കനും ക്യാരറ്റ് റൈസും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനായിട്ട് അടിപൊളി റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.